കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതോടെ സിപിഎം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കരുവന്നൂർ വിഷയം ചർച്ചയാകും. പാർട്ടി നേതാക്കളെ പ്രതികളാക്കിയത് രാഷ്ട്രീയ പകപോക്കലെന്ന സിപിഎം നേതൃത്വം ആരോപിക്കുമ്പോഴും വാദങ്ങൾ ദുർബലമാണ്. 10 വർഷത്തിലേറെ നീണ്ടുനിന്ന തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നത്. തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്തതിനും പ്രതിഫലമായി വൻതുക കൈപ്പറ്റിയതിനുമാണ് നേതാക്കളും പാർട്ടിയും പ്രതിക്കൂട്ടിലാകുന്നത്. നിരവധി തവണ സഹകാരികളും താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിട്ടും കരുവന്നൂരിൽ പാർട്ടി നേതൃത്വം തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയായിരുന്നു. പാർട്ടിയുടെ അറിവും പിന്തുണയുമില്ലാതെ 10 വർഷത്തിലേറെ ഒരു സഹകരണ ബാങ്കിൽ ഇത്തരമൊരു തട്ടിപ്പ് നടക്കുക അസാധ്യമാണ്. AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി എന്ന കാലത്താണ് തട്ടിപ്പിന് തുടക്കം. അന്ന് ബ്രാഞ്ച് മാനേജറായിരുന്ന MV സുരേഷ് രേഖാമൂലം മൊയ്തീന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. സുരേഷിനെ ബാങ്കിൽ നിന്നും പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. പിന്നീട് മൊയ്തീൻ മന്ത്രിയായപ്പോൾ K രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായി. രാധാകൃഷ്ണ ശേഷം MM വർഗീസും സെക്രട്ടറിയായി. ഈ സമയത്തെല്ലാം പരാതികളുമായി നിരവധി പേർ ഓഫീസ് കയറി ഇറങ്ങി. പക്ഷേ നേതൃത്വം അനങ്ങിയില്ല. തട്ടിപ്പിന് നേതൃത്വം നൽകിയ പ്രധാന പ്രതി ബിജു കരീമിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് സഹമന്ത്രിയായിരുന്ന മൊയ്തീൻ തന്നെയായിരുന്നു. സഹകരണ വകുപ്പ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പലതവണ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി. സർക്കാരും പാർട്ടിയുമെല്ലാം അതെല്ലാം മറച്ചു വെക്കുകയായിരുന്നു. പരാതി നൽകിയ പലരും പാർട്ടിക്ക് പുറത്തായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന AK ചന്ദ്രനാണ് പാർട്ടി കരുവന്നൂർ ബാങ്കിന്റെ ചുമതല നൽകിയിരുന്നത്. ചന്ദ്രൻ നേരത്തെ തന്നെ കേസിൽ പ്രതിയായി. പിന്നീട് ചന്ദ്രനെ പാർട്ടി പുറത്താക്കി. ബാങ്ക് സെക്രട്ടറിയായിരുന്ന സുനിൽകുമാർ CPM നേതാക്കൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. നേതാക്കൾ പറഞ്ഞിട്ടാണ് കോടികളുടെ വ്യാജ വായ്പകൾ നൽകിയതെന്നാണ് മൊഴി. കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് കരുവന്നൂരിൽ നടന്നത്. ബാങ്കിൽ ചെറിയ വായ്പകൾക്കായി പണയപ്പെടുത്തിയിരുന്ന സാധാരണക്കാരുടെ ആധാരത്തിന്മേൽ വ്യാജ പേരുകളിൽ കോടികൾ വായ്പ എഴുതി ചേർത്ത് പ്രതികൾ തട്ടിയെടുക്കുകയായിരുന്നു. ഇതിലൊരു വിഹിതം പാർട്ടിക്കും ലഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ അക്കൗണ്ടിൽ നിന്നും പാർട്ടി ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ രേഖകളും ED കണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.